നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വളരും തോറും പിളരും, പിളരും തോറും വളരും. കേരള കോൺഗ്രസിന്റെ ചരിത്രം ഈ രണ്ട് വരികളിൽ പറയാം. ഓരോ കാലഘട്ടത്തിലും കേരള കോൺഗ്രസിലെ അധികാര തർക്കത്തിൽ പുതിയ പാർട്ടി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു. ബ്രാക്കറ്റിലിടാൻ മലയാളത്തിൽ അക്ഷരങ്ങൾ തീരാറായി. ഇനി ഇംഗ്ലീഷോ ഹിന്ദിയോ നോക്കണം. മാണി കോൺഗ്രസിന്റെ വത്തിക്കാനാണ് പാല. ആ വത്തിക്കാനിൽ മത്സരിക്കാൻ മാണി സാറിന്റെ മകന് കോൺഫിഡൻസ് ഇല്ലേ? പാർട്ടി പറയുമെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി പറയുമ്പോഴും എന്തിനാണ് ജോസ് പാലായിൽ എന്ന് റോഷി ഉറപ്പിക്കുന്നത്? പാലായിൽ ജോസ് തോറ്റതുകൊണ്ട് മാത്രം മന്ത്രിയായ റോഷി ഇനി ഉന്നം വെക്കുന്നത് എന്താണ്? എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം അതിഥിയായി സജി മഞ്ഞക്കടമ്പിൽ, ജോർജ് പൊടിപ്പാറ, അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം, ജോർജ് സെബാസ്റ്റ്യൻ, ലോപ്പസ് മാത്യു എന്നിവരാണ് ചേരുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിനെല്ലാം തുടക്കം, ഈ ചർച്ചകൾക്കെല്ലാം തുടക്കം ഒരു ചോദ്യമാണ്. ജോസ് കെ മാണിയുടെ മാധ്യമപ്രവർത്തകർ അടിമാലിയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു, പാലായിൽ മത്സരിക്കുമോ എന്ന്. ഉത്തരം കേൾക്കാം. പാർട്ടി തീരുമാനിക്കും ആര് മത്സരിക്കണം, പാർട്ടിക്കാർ ആര് മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോട് കുഴപ്പമില്ല. ജോസ് കെ മാണി മത്സരിക്കണോ ഇല്ലയോ എന്ന് പറ. അതെ പറഞ്ഞോ അത് പറ, നിങ്ങൾ പറ, അത് പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കും. പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് തീർന്നില്ല ജോസ് കെ മാണി. അതിനു മുൻപ് ആ മൈക്ക് റോഷി അഗസ്റ്റിൻ പിടിച്ചു വാങ്ങുകയാണ്. ആ ചോദ്യത്തിന് റോഷി വക മറുപടിയും. പാർട്ടി തീരുമാനിക്കും ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ സംശയം ജോസ് കെ മാണി മത്സരിക്കുന്നതിന് പ്രത്യേകമായിട്ട് ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലേന്ദ്ര മത്സരിക്കും. അതിഥികളിലേക്ക് പോകാം. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ ഈ സ്നേഹത്തള്ളലൊക്കെ? അല്ല, ഞാൻ കേരള കോൺഗ്രസ്സിൽ മാണി സാറിൻ്റെ മരണം വരെ കേരള കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചയാളാണ്. ഞാൻ മാണി സാറിൻ്റെ ഓർമ്മ വെച്ചത് മുതൽ, എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ മാണി സാറാണ് എൻ്റെ നേതാവ്. മാണി സാറിനോടൊപ്പം പ്രവർത്തിച്ചിട്ട് വിവിധ വേദികളിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നേതാവും ഇതുപോലെ മാണി സാറിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചിട്ടില്ല. അതിനുള്ള അവസരം മാണി സാറ് കൊടുത്തിട്ടുമില്ല. അതിന് ഒരു നേതാവും തയ്യാറായിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ശ്രീ റോഷി അഗസ്റ്റിന് ഈ മൈക്ക് തട്ടിപ്പറിച്ച് ജോസ് കെ മാണി പാലയെ മത്സരിക്കുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ജോസ് കെ മാണി ഒന്നുമല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ അത് റോഷിയാണ്, ഞാനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ട ആ കോപ്രായം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് എനിക്ക് പ്രിയപ്പെട്ട ജോസ് കെ മാണി, അദ്ദേഹവും പാർട്ടിയുടെ നേതാവായിരുന്നു. ഞാൻ യൂത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ അന്ന് എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ, അല്ലെങ്കിൽ ഇല്ലായ്മയാക്കാൻ, യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ വേണ്ടി ഈ പറഞ്ഞ സ്നേഹിതന്മാരൊക്കെ കൂടി പ്രോത്സാഹിച്ചപ്പോൾ അദ്ദേഹവും അതിന് നിന്നുകൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്ത ആളുകളൊക്കെയാണോ അദ്ദേഹത്തിന് ഗുണകരം, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ മാണി സാറിന് വേണ്ടി ഈ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന അദ്ദേഹത്തോടൊപ്പം നിന്ന് പോരാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മാണി സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി, ബാർക്കോഴ വിവാദം. അദ്ദേഹം അതിനകത്ത് കുറ്റക്കാരല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വിഷയം വിവാദമുണ്ടായപ്പോൾ എന്നോട് പ്രിയപ്പെട്ട മാണി സാർ നേരിട്ട് ഒരു വീട്ടിൽ വെച്ച്, പാലായി വെച്ച് അദ്ദേഹം ചില കാര്യങ്ങളോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, മോനെ നീ ഇതൊന്ന് വായിച്ചിട്ട് നീ ഈ വിഷയത്തിൽ പ്രതികരിക്കണം, മറ്റാരും പ്രതികരിക്കാനില്ല. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ എന്നോട് എടുത്തു പറഞ്ഞു, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞു, ആരും മിണ്ടാനില്ല, നീ പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വായിച്ചു നോക്കി. പക്ഷേ ആ വായിച്ച് അതിനകത്ത് പൂർണ്ണമായും പ്രതികരിച്ചാൽ എനിക്ക് പ്രതികരിക്കാമെങ്കിലും മാണി സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് സംരക്ഷണ കവചം തീർക്കുന്നതിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും അല്ലെങ്കിൽ ഭീഷണിയും ഒക്കെ നേരിട്ടയാളാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, റോഷിയെ പോലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നീക്കുന്നതിന് വേണ്ടി, വേറെ ചിലരെ കൊണ്ടുവരുന്നതിന് വേണ്ടി, അതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെ ഒന്നും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രാവിലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിൽ മാണി സാർ എനിക്ക് സീറ്റ് തന്നു. പക്ഷേ അത് വെട്ടാനായിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന ആളാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പലവരും എന്നോട് അതല്ല എന്ന് പറഞ്ഞെങ്കിൽ നോക്കിയാലും എനിക്ക് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാവിലെ പറഞ്ഞ് ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചതിയന്മാരൊക്കെയാണ് ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഉള്ളത്. ജോസ് കെ മാണി സൂക്ഷിക്കുക. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഐക്യജനാധിപത്യങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് UDF വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ആ സാധ്യതകൾ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിനെ അടച്ചിരിക്കുന്നു. കാരണം
അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അല്ലെങ്കിൽ UDF-ലേക്ക് വരാൻ ചർച്ചകളൊക്കെ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും റോഷി അതിനെ ബ്ലോക്ക് ചെയ്തു. എന്താ, ഭരണത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് ചില കമ്മിറ്റ്മെൻറ്റുകളൊക്കെ ഇടതുപക്ഷവും CPM-ഉം പിണറായി വിജയനുമായിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില ഡീലുകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഡീലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് റോഷി ഇതിനെ ബ്ലോക്ക് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നലെ ഇപ്പോൾ കേരള കോൺഗ്രസിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും ഇവിടെ പറഞ്ഞല്ലോ അക്ഷരമാല തീർന്നൊക്കെ, അതൊക്കെ കേരള കോൺഗ്രസിനെ കളിയാക്കാനായി പറയുന്നു. ഓക്കെ, പക്ഷേ എങ്കിലും ഇത് ഒരു കേരള കോൺഗ്രസിലും നടക്കാത്ത ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ശ്രീ റോഷി അഗസ്റ്റ്യൻ, അതായത് നമുക്കറിയാം, ഇനി നമ്മളൊരു യോഗം നടക്കുന്നു, ഒരു ഹാളിൽ നടക്കുന്നു, മൈക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഞാനും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരിക്കലും റോഷിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ റോഷിക്ക് ശ്രീ ജോസ് കെ മാണി ഈ സംസാരം നിർത്തിയതിനു ശേഷം ഞാൻ എനിക്കൊരു കാര്യം പറയണം, ഞാൻ കാര്യം പറയുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അനുമതിയോടുകൂടി ശ്രീ റോഷി അഗസ്റ്റ്യൻ പറഞ്ഞിരുന്നെങ്കിൽ ജോസ് കെ മാണി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ റോഷി വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കേരള കോൺഗ്രസിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 64 മുതൽ ഇങ്ങോട്ട് 10-ലധികം തവണ പിളർന്നിട്ടുണ്ട്. പലവട്ടം ഈ ചോദ്യം മാണി സാറിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ പിളർപ്പ്? അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റേ ഭാഗത്ത് നിൽക്കുന്ന നേതാക്കൾ ഈ കേരള കോൺഗ്രസിന് ഇങ്ങനെ ക്ഷണിക്കുന്നത്? അതിന് KM മാണിയുടെ ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേട്ട് തിരിച്ചു വരാം. ഞാൻ LDF-ലേക്ക് ഇല്ല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല. LDF-ലേക്കില്ല, BJP-യിലേക്കില്ല, NDA-യിലേക്കില്ല. ഞങ്ങൾ സ്വന്തം സ്വതന്ത്രമായ നിലപാട്. അങ്ങനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നും, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നും. കേരള കോൺഗ്രസിന് എല്ലാവർക്കും താല്പര്യമാണ്. ഞാനെന്താ ചെയ്യുന്നത്? ശ്രീ ജോർജ് പടിപ്പാറ, ജോസ് കെ മാണി ഇത് പറയുന്ന സമയത്ത് രണ്ടാം നിരയിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് റോഷി അഗസ്റ്റിൻ. ഇന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചെയർമാനും ചെയർമോനുമാണോ? സൂപ്പർ ചെയർമാനായി റോഷി മാറിയോ? വേണമെങ്കിൽ അങ്ങനെ കരുതാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ, അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ദിവസം ശൈലജ ടീച്ചർ അടക്കമുള്ള ആ ഒരു മേഖല ജാഥയുടെ ഒരു യോഗത്തിൽ വെച്ച് ഇങ്ങനെ മത്സരിക്കുമോ എന്ന് പത്രക്കാർ ചോദിക്കുന്നു. അതേക്കുറിച്ച് ആലോചിക്കും, പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറയുന്നു. ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ ആ മൈക്ക് അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ട് ചെയർമാൻ പാലായിൽ മത്സരിക്കും എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. ആ ഒരു പോയിന്റിൽ വേണമെങ്കിൽ ഒരു നല്ല മനുഷ്യൻ്റെ, ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ്റെ, ജോസ് കെ മാണിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു ആ പാർട്ടിയിലെ രണ്ടാമനായിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു സ്നേഹ വായ്പ കൊണ്ട് അദ്ദേഹം പാലായിൽ തന്നെ മത്സരിക്കും, പാലായിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കും എന്ന് പറയുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. പക്ഷെ അത് പറയുമ്പോൾ ജോസ് കെ മാണി ആ മൈക്കൊന്ന് കിട്ടാൻ, നേരത്തെ താങ്കൾ ആര്യ പറഞ്ഞതുപോലെ ആ മൈക്കൊന്ന് തിരികെ കിട്ടാൻ ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയില്ല, കൊടുത്തില്ല. മാത്രമല്ല അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പാർട്ടി തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാലായിൽ ഞാനങ്ങ് മത്സരിക്കുന്ന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും പാലായിൽ മത്സരിച്ച് ഇങ്ങനെ രാഷ്ട്രീയ ജീവിതം, അതായത് ജോസ് കെ മാണിയെ പോലെ ഒരാൾ ഡൽഹിയിൽ രാജ്യസഭയിലെ MP ആയിട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ മോഹം പുലർത്തുന്ന ആളല്ല. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലാണ് കൗതുകം. രാജ്യസഭാ അംഗമാണെങ്കിലും ജോസ് കെ മാണി മുഴുവൻ സമയവും മണ്ഡലത്തിലുണ്ടായിരുന്നു, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, ഫണ്ട് മുഴുവൻ മണ്ഡലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലയിൽ തന്നെയാണ് ആഗ്രഹം, പാല തന്നെയാണ് ജോസ് കെ മാണി. പക്ഷേ അവിടെ മറ്റൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഇക്കുറി വീണ്ടും, അതായത് മാണി സി കാപ്പൻ തന്നെ വീണ്ടും പാലായിൽ മത്സരിക്കുന്നു. ആ മത്സര രംഗം കൂടുതൽ പ്രശ്നമാക്കുന്ന രീതിയിൽ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കൂടി അവിടെ മത്സരിക്കാനെത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാല എത്ര കണ്ട് സേഫാണ്, പാലായിൽ മത്സരിക്കണം, ജയിക്കണമെന്ന് തന്നെയാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹമെങ്കിലും ആ ആഗ്രഹം പാലിക്കാൻ വേണ്ടി സ്വയം ഒരു ബലിയാടായി എത്ര കാലം പോകാൻ പറ്റും? ഇനി ഒരു തോൽവി കൂടി പാലായിൽ നിന്ന് ഏറ്റുവാങ്ങിയാൽ
ജോസ് കെ മാണിക്ക് അറിയാം അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ ബാധിക്കും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആലോചിക്കുന്ന കടുത്തുരുത്തി പരിഗണിക്കണോ അതോ തൊട്ടപ്പുറത്തുള്ള പൂഞ്ഞാറ് പരിഗണിക്കണോ, ഇനി അതല്ല തൻ്റെ ഭാര്യ നിഷയെ പാലായിൽ നിർത്തിയിട്ട് മറ്റൊരു മണ്ഡലം പരിഗണിക്കണോ എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുമ്പോഴാണ് ഇവിടെ രണ്ടാമനായ റോഷി അഗസ്റ്റിൻ അത് വീണ്ടും വീണ്ടും പറയുന്നു. അത് ഇന്നലെ പറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ആ അതൃപ്തി ജോസ് കെ മാണി പ്രകടിപ്പിച്ച ശേഷവും അദ്ദേഹം ഒരു ഉപദേശം പോലെ പറഞ്ഞു. അതായത് പാർട്ടി ചെയർമാൻ മാതൃക കാണിക്കണം, അണികൾക്ക് ആവേശം കൊടുക്കണം, കൃത്യമായി ഉത്തരം പറയണം. ആ ഉത്തരവാദിത്വം പാർട്ടി നേതാവിനുണ്ട്, അയാളാണ് യഥാർത്ഥത്തിൽ പാർട്ടി ചെയർമാൻ എന്ന് പറയുമ്പോൾ രണ്ടാം തവണയും ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചൊന്ന് സംശയിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ജോസ് കെ മാണിയെ പാലായിൽ വീണ്ടും നിർത്തി വീണ്ടും തോൽപ്പിച്ച് ഈ തവണത്തേതുപോലെ ഇടുക്കിയിൽ ജയിച്ച് പാർട്ടിയിൽ രണ്ടാമനായ തനിക്ക് തന്നെ മന്ത്രിയാകാനുള്ളൊരു അവസരം ഒരുക്കുന്ന ആ ഒരു തന്ത്രം കൂടി ഈ ആത്മാർത്ഥത എന്നുള്ളത് അടിവരയിടണം. ആ ആത്മാർത്ഥതയുടെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം. മാത്രമല്ല, ഇടതു മുന്നണിക്ക് ഇപ്പോൾ കൂടുതൽ പ്രിയങ്കരൻ ജോസ് കെ മാണിയാണോ റോഷി അഗസ്റ്റിനാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് റോഷി അഗസ്റ്റിനാണ്. അത് CPM-ൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പച്ചയ്ക്ക് പറഞ്ഞു, CPM-ൻ്റെ പല നേതാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിന് ആവർത്തിച്ച് ജോസ് കെ മാണിയെ പാലായിൽ ഇങ്ങനെ മത്സരിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അത് സ്നേഹവായ്പ കൊണ്ടാണോ ആത്മാർത്ഥത കൂടുതൽ കൊണ്ടാണോ ഒരച്ചടക്കമുള്ള പാർട്ടിക്കാർ ചെയർമാൻ സ്വന്തം തട്ടകത്തിൽ തൻ്റെ പൈതൃക മണ്ഡലത്തിൽ ജയിച്ച് കാണണമെന്ന അദമ്യമായ ആഗ്രഹം കൊണ്ടാണോ എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ആത്മാർത്ഥത കൂടിയാലും അപകടമാണ്. ശരി, ഇതിപ്പോ ആവർത്തിച്ച് പറയുന്നു, അടിമാലിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പം റോഷി മൈക്കൊക്കെ തട്ടിപ്പറിക്കുന്നത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ റോഷിയുടേതൊരു ചോരത്തിളപ്പാണ് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അതുകൂടി ഒന്ന് കേൾക്കാം. വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കിക്കോ, അതുകൊണ്ടൊന്നും ഞങ്ങളെപ്പോഴും ഈ പറയുന്ന ഒരു സഹോദര ബന്ധമാണ്. ഒന്ന്. രണ്ട്, പുള്ളി ഒരു കേസ്, ഞാൻ പറഞ്ഞ കേസിൽ കൂടെ വളർന്നു വന്നതുകൊണ്ട് ഞാൻ ചോരത്തിളപ്പൊക്കെ ഉണ്ട്. അത് പലപ്പോഴും വികാരപരമായിട്ടൊക്കെ സംസാരിച്ചിരിക്കും പറഞ്ഞുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എന്നെ കണ്ടാൽ മതി. പക്ഷേ ചോരത്തിളപ്പല്ല, സഡൻ റിയാക്ഷൻ അല്ല എന്നാണ് റോഷിയുടെ മറുപടി. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണത്. അത് തെറ്റുണ്ടോ? അത് ശരിയല്ലേ? രണ്ട് ശരിയല്ലേ? ചേർത്തളപ്പുണ്ട് KSC നേതാവ് വരുന്നത്, അത് തെറ്റിരിക്കുന്നു. എന്താ മിസ്റ്റേക്ക്? കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയർമാനില്ലെന്നും ചെയർമാൻ്റെ സ്ഥാനാർത്ഥിയില്ലെന്നും ഞങ്ങൾ നാദില്ലാത്ത ആളുകളാണോ? ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലല്ലേ ജനങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് വാർണിക്കുക? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പിൽ തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി പാർട്ടിക്ക് തീരുമാനം കൈക്കൊള്ളാമല്ലോ. സഡൻ റിയാക്ഷൻ അല്ലല്ലോ, വളരെ ആലോചിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ മത്സരിക്കുകയോ ഇല്ലയോ, ജയിക്കുകയോ തോക്കുകയോ എന്നുള്ള അല്ല വിഷയം. ഇടുക്കിയിലെ ജനങ്ങൾക്കൊപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, താങ്കൾ മുൻ കേരള കോൺഗ്രസ് നേതാവാണ്, താങ്കൾക്ക് പാർട്ടിയെ അടുത്തറിയാം. ഇങ്ങനെ ഒരു പതിവുണ്ടോ? ആവർത്തിച്ച് ചെയർമാൻ പറയുകയാണ് പാർട്ടി ആലോചിക്കും എന്നിട്ട് പ്രഖ്യാപനമെന്ന്. പക്ഷെ പിന്നെയും റോഷി പറയുന്നു പാലായിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കുമെന്ന്. ഇത്രയും സ്നേഹം എന്തുകൊണ്ടായിരിക്കും? ബഹുമാനായ KM മാണിയുടെ രാഷ്ട്രീയ കൗടല്യം ജോസ് കെ മാണിയേക്കാൾ കൂടുതലുള്ളത് റോഷിക്കാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ബോധ്യമായിരിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പിടിപാറ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി മത്സരിച്ച് തോക്കുക എന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാലായിൽ വീണ്ടും ജയിക്കാൻ പോകുന്നത് മാണി സി കാപ്പൻ തന്നെയാണ്. അപ്പം മാണി സി കാപ്പൻ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ പിന്നെ താങ്കൾ ഉറപ്പിച്ചോ മാണി സി കാപ്പൻ ജയിക്കുന്നു? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഏതായാലും പൊതുവെ ആളുകൾ പറയുന്ന UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് വോട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുള്ളത് അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. UDF-ന്റെ വോട്ടുകൾ മാത്രമല്ല, കുറേ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും. അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആർക്കാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മാണി സി കാപ്പനെ സംബന്ധിച്ച് UDF അധികാരത്തിൽ നിന്ന് തീർച്ചയായും ആ സർക്കാരിൽ മന്ത്രിയാവാൻ യോഗ്യതയുള്ള, അല്ലെങ്കിൽ അതിന് അർഹതയുള്ള, അല്ലെങ്കിൽ അതിന് പരിഗണിക്കപ്പെടുന്ന ആളാണ്. ആ നിലയിൽ ആളുകൾ ശ്രീ മാണി സി കാപ്പന് അനുകൂലമായി തന്നെ ഇത്തവണയും വിധി എഴുതും എന്നാണ് അവിടെ പൊതുവേ. പാലായിൽ എനിക്ക് ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട്, അതെല്ലാം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ജോസ് കെ മാണി പരാജയപ്പെടുന്നു. അപ്പോൾ
അങ്ങനെ ഒരു പരാജയപ്പെട്ട ഒരാൾ ഈ പാർട്ടി നയിക്കണോ? അതോ കഴിഞ്ഞ 5 വർഷക്കാലം കേരള കോൺഗ്രസിൻ്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ നമുക്കറിയാം. അത് നേതാവിൻ്റെ പ്രാഗൽഭ്യമല്ല, അതിനേക്കാൾ അധികാരത്തിൻ്റെ മാധുര്യം, അതാണ് കേരള കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് വലുത്. ആ മാധുര്യം എന്ന് പറഞ്ഞ ആളുകളൊക്കെ തീർച്ചയായും ജോസ് കെ മാണിക്ക് പകരം റോഷി തന്നെ പാർട്ടിയെ നയിക്കട്ടെ എന്നുള്ള നിലയിലേക്ക് വരും നാളിൽ വരും. ആ ഒരു കാഴ്ചപ്പാടാണ് റോഷിയെ സംബന്ധിച്ച് വീണ്ടും ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ബിനു പുളിക്കക്കണ്ടം, എന്തുകൊണ്ടായിരിക്കും ജോസ് കെ മാണി ധൈര്യത്തോടെ ഞാൻ മത്സരിക്കും പാലായിൽ എന്ന് പറയാത്തത്? റോഷി പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ജോസ് കെ മാണിക്കുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ജോസ് കെ മാണി ഇനിയും പാലായിൽ നിന്ന് തോറ്റാൽ രാഷ്ട്രീയ ഭാവി അവിടെ തീർന്നു എന്നുള്ള ഒരു ഭയം കൊണ്ടാണോ പാർട്ടി പറയട്ടെ എന്ന് പറയുന്നത്? തീർച്ചയായും ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെടും എന്ന് ഏറ്റവും ഉറപ്പുള്ളത്, അല്ലെങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്, മുന്നിൽ നിൽക്കുന്നത് അത് ജോസ് കെ മാണി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പാലായിലെ രാഷ്ട്രീയം ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലാക്കി വരുന്നു. പാലായിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണി വലിയ ഭൂരിപക്ഷത്തിൽ തോക്കുമെന്ന് ജോസ് കെ മാണിക്ക് തന്നെ ഉറപ്പുള്ള സാഹചര്യത്തിലാണ് ജോസ് കെ മാണി താൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിക്കാതെ പാലായിൽ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്ന പോലെ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്നുള്ള ആ ഒരു സത്യം, അത് നമ്മളെക്കാളെല്ലാം ഉപരി കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന വ്യക്തി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. ജോസ് കെ മാണി എന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയപരമായ അധപ്പതനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ തോൽവി, അത് ഗുണം ചെയ്യാൻ പോകുന്നത് റോഷി അഗസ്റ്റിനാണ് എന്നുള്ള തിരിച്ചറിവ് റോഷിക്കുമുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബിനു, ഇപ്പം പാല വിട്ട് വേറെ എവിടെയെങ്കിലും പോയി മത്സരിച്ചാലും ഇനിയിപ്പോ CPM ഒരു ഷുവർ സീറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും, ഹൈപ്പോത്തറ്റിക്കലി, അത് ആൾക്കാർ ചോദിക്കില്ലേ ജോസ് കെ മാണി ഭയന്ന് പാലയിൽ നിന്ന് ഓടിപ്പോയെന്ന്? തീർച്ചയായും അതറിയാം. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവിക്ക് ശേഷം ഇപ്പോൾ രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെ പോലെ വീണ്ടും പാലായിൽ മത്സരിക്കാമെന്ന് വീണ്ടും തോൽവി അറിഞ്ഞാൽ, ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്ന പോലെ, UDF അധികാരത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് പിൻവാതിലൂടെ MP സ്ഥാനം എന്ന ആ സ്വപ്നം കൂടി പൊലിയും. അപ്പോൾ ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പിൻവാതിലൂടെ MP ആകാൻ പറ്റി, തെരഞ്ഞെടുക്കപ്പെടാത്ത MP ആകാൻ സാധിച്ചു. എന്നാൽ ഈ വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു UDFന് അനുകൂലമായ വലിയ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, രാജ്യസഭ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരികയും പാലായിൽ ദയനീയമായി വീണ്ടും പരാജയപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിന് യാതൊരു സ്ഥാനമാനങ്ങളും പ്രോട്ടോകോൾ പരമായും നിയമപരമായും രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരവസ്ഥ, കേരള കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിനുള്ള ധാർമ്മികമായ അവകാശം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്ന ഉറച്ച വിശ്വാസമുള്ളതിനാലാണ് അദ്ദേഹം മത്സരിക്കും എന്ന് തൻ്റെ അടുത്തോടെ പറയുവാൻ തയ്യാറാകാത്തത്. ശരി, ശ്രീ ലോപ്പസ് മാത്യു, ഈ ഒരു കാര്യമില്ലേ, ഇപ്പം ജോസ് കെ മാണി പറയുകയാണ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ആലോചിച്ചതിന് ശേഷം തീരുമാനം, നമുക്കത് മനസ്സിലാക്കാം, ഒരു ചെയർമാൻ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ ഒരു ചർച്ചയാകുന്നു, ഈ കോൺഫിഡൻസ് ഇല്ലായ്മ ചോദ്യം ചെയ്യപ്പെടുന്നു, അപ്പോൾ മത്സരിക്കാൻ ഭയമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. ആ സമയത്ത് ഇത് മാത്രമല്ല, സിറ്റിംഗ് MLA-മാർക്ക് കൂടി അവർക്ക് സീറ്റ് കിട്ടുമോ എന്ന ആശങ്ക കൂടി പ്രസ്താവനയിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജോസ് കെ മാണി ഞാൻ മത്സരിക്കും പാലായിൽ എന്നങ്ങ് ഉറപ്പിച്ച് പറയാത്തത്? അത് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെയാണ്. അതാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം പാർട്ടി ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം മത്സരിക്കുന്നോ പറയുന്നതോ, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള MLA-മാർ മത്സരിക്കുന്നു പറയുന്നതോ അത് ശരിയല്ലല്ലോ. അത് ധാർമ്മികമായിട്ട് ശരിയല്ല, പാർട്ടിയുടെ സംഘടനാ രീതിക്കാണ് ശരിയല്ല. അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചാലും പാർട്ടിയുടെ ചെയർമാന്റെ മൈക്ക് തട്ടിപ്പറച്ച് ചെയർമാൻ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നത് സംഘടനാപരമായി ശരിയാണോ?
അല്ല അങ്ങനെയല്ലോ, റോഷി ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൈക്കും തട്ടി പറിച്ചിട്ടില്ല. പത്രക്കാരെ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി മൈക്ക് അതിനൊരു മറുപടി ഒന്നും അല്ല. റോഷിയോട് തന്നെ ചോദിച്ച കാര്യം രണ്ടുപേരും ഇരിക്കുകയാണല്ലോ, ഒരാൾ ലീഡറും ഒരാൾ മന്ത്രി അല്ലെങ്കിൽ ഒരാൾ പാർട്ടി. പക്ഷേ പാർട്ടി ചെയർമാൻ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി ചെയർമാന് ഏതെങ്കിലും കാര്യം അഡ്വാൻസോട് പറയാൻ പറ്റുമോ? അത് സംഘടനാ രീതിയല്ലോ, അത് പാർട്ടിയുടെ ഭരണഘടനാ രീതിയല്ലല്ലോ. പാർട്ടി കമ്മിറ്റി കൂടി അതിനുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊസീജിയർ കഴിയേണ്ട സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടികളെ അനുയായികളെ അനുഭാവികളെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ഭരണത്തിന് അനുകൂലമാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ പറയുകയാണ് എന്ന് പറയുന്ന ആ രീതിയല്ലോ. അത് കേരള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലമുള്ള അവരുടെയൊക്കെ അനുഭവം വെച്ച് പറയുന്നതാണ്. കേരള കോൺഗ്രസ് പാർട്ടി എമ്മിന് അതിന് അതിൻ്റെതായ രീതിയുണ്ട്, സംഘടനാ രീതിയുണ്ട്. അതനുസരിച്ച് പാർട്ടി ചെയർമാൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പാർട്ടി ചെയർമാൻ്റെ റോഷിയും രണ്ടായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. റോഷി സ്വാഭാവികമായിട്ടും പാർട്ടി ചെയർമാൻ പാലയം മത്സരിക്കും, അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ വിഷയമൊന്നുമില്ല. ഇന്ന് രാവിലെ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി ചെയർമാൻ പറയുന്നതാണ് അവസാന വാക്കല്ലേ, പാർട്ടി ചെയർമാനാണ് അതിൻ്റെ രീതി അനുസരിച്ച് സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. അതിപ്പോൾ നമുക്കറിയാം, ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആളോട് ചോദിച്ചാലും കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളോട് ചോദിച്ചാലും പാർട്ടി തീരുമാനിക്കുന്നല്ലേ പറയുന്നത്. അല്ലാതെ ഞാൻ മത്സരിക്കും എന്ന് ചാടിക്കറി പറയാൻ പറ്റുമോ? അത് സാമാന്യത്തിൽ രാഷ്ട്രീയ മര്യാദയുള്ള പാർട്ടിയുടെ സംഘടനാ രീതി അറിയാവുന്ന അല്ലെ ഏത് പാർട്ടിയുടെ ആയാലും സംഘടനാ സ്വഭാവത്തിനനുസരിച്ച് പറയാൻ പറ്റില്ല. ഒരു നേതാവിനും പറയാൻ പറ്റില്ല, ഒരു ചെയർമാനും പറയാൻ പറ്റില്ല, ഒരു ലീഡർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ആവശ്യമില്ലാത്ത വ്യാഖ്യാനം അതിന് കൊടുത്ത് കേരള കോൺഗ്രസ് പാർട്ടി ഇകഴ്ത്താൻ ശ്രമിക്കുന്നില്ല. പാർട്ടി നേതാവുള്ള ഞാൻ പറഞ്ഞില്ല, പാർട്ടി ലീഡറാണല്ലോ, പാർട്ടി ലീഡറാണ്, പാർട്ടിയുടെ മന്ത്രിയാണ്. ആ പാർട്ടിയുടെ മന്ത്രി ആയിരിക്കുന്ന ആൾക്ക്, പാർട്ടി ലീഡർ ആയിരിക്കുന്ന ആൾക്ക് പാർട്ടി ചെയർമാൻ പാലായി മത്സരിക്കുന്നത് നല്ലതാണല്ലേ, പാർട്ടി മത്സരിക്കുന്നു പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? അതിന് ഔദ്യോഗികമായി പാർട്ടി ചെയർമാൻ അങ്ങേരെ ശരി ഓക്കെ ഞാൻ മത്സരിക്കും എന്ന് പറയാൻ പറ്റുമോ? പാർട്ടി ചെയർമാൻ അങ്ങനെ പറയാൻ പറ്റുമോ? പാർട്ടിയുടെ സംഘടനയ്ക്ക് പറയാൻ പറ്റുമോ? അതിനപ്പുറത്തേക്ക് ഇതിനെ ഒന്ന് വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോ താല്പര്യങ്ങളാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഇകഴ്ത്താൻ വേണ്ടി വളരെ ശോഭയോടുകൂടി മുന്നോട്ട് പോകുന്ന പാർട്ടിയും പാർട്ടി ചെയർമാനെയും ഇകഴ്ത്താൻ വേണ്ടി ഉള്ള ചില താല്പര്യ സംശയം വരും. അത് നമുക്ക് അതിനാ സ്വാഭാവികം, അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുക. മുൻപ് കേരള കോൺഗ്രസ് UDF-ലേക്ക് വരും, ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ കേട്ടിരുന്നു. സോണിയാഗാന്ധി നേരിട്ട് ഇടപെടുന്നു, ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ട്, ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതിൽ ആദ്യം നിലപാടെടുത്തത് റോഷി അഗസ്റ്റിന്. ആദ്യം നിലപാടെടുത്തവർ നമ്മൾ കേട്ടത് റോഷി അഗസ്റ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് തുടരുമെന്നുള്ളത്. അത് കഴിഞ്ഞ് പ്രമോദ് നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടു. അത് കഴിഞ്ഞ് ഇടുക്കിയിലെ CPM നേതാവായ CV വർഗീസിന്റെ ഒരു പ്രതികരണം കേട്ടിരുന്നു. അതൊന്ന് കേട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. ആ നിലപാട് ഞാൻ പറയും. ഇപ്പൊ കേരള കോൺഗ്രസുമായി നമുക്ക് എന്താ വ്യക്തിബന്ധം? ഇപ്പൊ കേരള കോൺഗ്രസിലെ താല്പര്യ പ്രശ്നം വന്നു. റോഷി ശരിയായ നിലപാട് റോഷിക്ക് എടുക്കാനുള്ള പിൻബലം റോഷിക്കാരെ കൊടുത്ത് ഒരു ബൂർഷ്വാ പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ? പറ്റിയ അതല്ലേ നമ്മുടെ രാഷ്ട്രീയ ശരിയല്ലേ? അല്ലെ അതിന് ശരിയായ കേരള കോൺഗ്രസിനകത്ത് വരുന്ന ഭിന്നാഭിപ്രായം ചാഞ്ഞും നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവോ? അപ്പൊ നമുക്ക് അസ്ത്രജ്ഞത നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളോടാണ്. രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ നമുക്കെല്ലാം വായിച്ചേന ഇനി ഏത് വിധേനയും റോഷിയെ ജയിപ്പിച്ച് അടങ്ങുമെന്നുള്ളതിലേക്ക് നമ്മുടെ സാറിൽ എത്തിയിട്ടില്ലേ? അത് എത്തിയില്ല. അത് എത്തിയാത്തന്മാരാ മൂലവട്ടംകാരും മറക്കവന്മാരും വരാം. ഞാൻ പറഞ്ഞു അതിലേക്ക് എത്തണം. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഇടതിന്റെ പിന്തുണ ആർക്കാണ്? ഇടത് ആർക്കൊപ്പമാണ്? സഖാക്കൾ ആർക്കൊപ്പമാണെന്ന് CV വർഗീസിന്റെ വാക്കുകളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം പാർട്ടിയിൽ റോഷി വളർന്നു കഴിഞ്ഞു, UDF-ൽ പോകേണ്ട എന്നുള്ളത് റോഷിയുടെ തീരുമാനമായിരുന്നു. അത് നടപ്പാക്കാൻ കഴിഞ്ഞു. ആ രീതിയിൽ വളരാൻ എങ്ങനെയാണ് റോഷിക്ക് കഴിഞ്ഞത്? അതാണ് ആർക്കും ബോധ്യപ്പെടാത്തത്. ഈ പറഞ്ഞ പോലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് റോഷി അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നുവെന്ന് ആര്യ സൂചിപ്പിക്കുകയുണ്ടായി. എങ്ങനെ ഇട്ടു? ആര് പറഞ്ഞിട്ടിട്ടു? അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു MLA ഇട്ടു. അപ്പോൾ ഇത് പാർട്ടിയെ മറികടന്നുകൊണ്ട് താനാണ് പാർട്ടി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള റോഷിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴുള്ള CV വർഗീസിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. റോഷി അത്തരത്തിലുള്ള നിലപാടെടുത്തതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ആ പാർട്ടി വിട്ടുപോകാത്തത്. അതുകൊണ്ട് റോഷിയെ നമുക്ക് ജയിപ്പിക്കണം, എന്തു വില കൊടുത്ത് റോഷിയെ നമുക്ക് ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ശ്രീ റോഷി അഗസ്റ്റിനും അതറിയാം. അവിടെ റോഷിയെ വിജയിപ്പിക്കാനായി CPM ശക്തമായിട്ട് ഇറങ്ങും. പക്ഷേ പാലായിൽ ജോസ് കെ മാണി വിജയിപ്പിക്കാനായിട്ട് ഇറങ്ങില്ല എന്ന് റോഷി അഗസ്റ്റിനും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രീ റോഷി അഗസ്റ്റിൻ്റെ സ്റ്റാഫിലുള്ള ഒരു പയ്യൻ എനിക്കറിയാവുന്നതാണ്, നമ്മുടെ അയൽവാസിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ പറഞ്ഞത്
ജോസ് കെ മാണി തോറ്റാലേ റോഷി ചേട്ടന് രക്ഷയുള്ളതെന്നാണ് പറഞ്ഞു. അപ്പോൾ റോഷിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇന്ന് ഷാഫിലുള്ള ആൾ മാത്രമല്ല, റോഷിയുമായി ആത്മബന്ധം ഉള്ള ആളുകളൊക്കെ പറഞ്ഞത് ജോസ് കെ മാണി തോറ്റെങ്കിലേ റോഷി ചേട്ടന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി തോറ്റാൽ റോഷിക്ക് മന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട കളി കഴിഞ്ഞ തവണയും ജോസ് കെ മാണിക്കെതിരെ നടന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യമില്ല. അതൊക്കെ ഞങ്ങൾക്കൊക്കെ പുറത്തു നിന്ന് കണ്ട ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. പക്ഷേ സഹതാപം തോന്നി അദ്ദേഹത്തെ. ഒന്നുമില്ലെങ്കിലും കെ എം മാണി സാറിൻ്റെ മകനാണല്ലോ. ആ കെ എം മാണി സാറിൻ്റെ മകനെ 25 വർഷം ഇടുക്കിയിലെ MLA ആക്കി ശ്രീ കെ എം മാണി സാറാ. ആ 25 വർഷം എന്താ പറയുക, അവിടെ ജോയ് വെട്ടുകുഴി എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവ് മാത്യു ശീഭരമായി മത്സരിച്ച് ഏതാണ്ട് ചെറിയ വോട്ട് 4000-6000 വോട്ട് തോറ്റ് പരാജയപ്പെട്ടു നിന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത് അവസരം കൊടുക്കാതെ മാണി സാറ് ശ്രീ റോഷി അഗസ്റ്റിനെ ഇടുക്കിയിലേക്ക് നിയോഗിച്ചു. എന്തിനു വേണ്ടിയാ? റോഷി അഗസ്റ്റിന് അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോകും, അല്ലെങ്കിൽ പാലായിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് മാണി സാറ്, അല്ലെങ്കിൽ മാണി സാറിനെ അങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വന്ന് ആ കടുങ്കൈ എന്ന് പറഞ്ഞാൽ ജോയ് വെട്ടിക്കുഴിക്ക് സീറ്റ് കൊടുക്കാതെ റോഷി അഗസ്റ്റിനെ കൊണ്ടുപോയി ഇറക്കി മാണി സാറോട് വിജയിപ്പിച്ചു. ആ 4-5 തവണ വിജയിപ്പിച്ചു. ആ മാണി സാറിൻ്റെ മകനോട് അദ്ദേഹത്തിന് ഇത് ചെയ്തെങ്കിൽ അദ്ദേഹത്തോട് നാളെ കേരള കോൺഗ്രസ്സുകാർ പ്രതികാരം ചോദിക്കും, അല്ലെങ്കിൽ പകരം ചോദിക്കും. അല്ലെങ്കിൽ മാണി സാറിൻ്റെ മനസാക്ഷി, മാണി സാറ് ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് പകരം ചോദിക്കുമെന്ന് തന്നെയാണ് എൻ്റെയൊക്കെ വിശ്വാസം. ഞാനൊക്കെ ഓർക്കുന്നു, മാണി സാറ് ജീവിച്ചിരിക്കുന്ന കാലത്തും നിരവധിയായ അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ആ പാർട്ടിക്കകത്തുനിന്നുണ്ടായി. അന്നൊന്നും മാണി സാറിനെതിരെ ഒരു വാക്ക് പോലും ഞാൻ മിണ്ടിയിട്ടില്ല, ഇന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ആ പാർട്ടി വിട്ടതിന് ശേഷം പോലും ഇന്നേ വരെ മാണി സാറിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഞങ്ങളോടൊക്കെ വാത്സല്യമായിരുന്നു, വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കരുതലും സ്നേഹവും കൊണ്ട് തന്നെയാണ് ഞാൻ യൂത്ത് ഫണ്ടിൻ്റെ വാർഡ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചയാൾ, യൂത്ത് ഫണ്ടിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡൻ്റായി, അതിനുശേഷം സംസ്ഥാന പ്രസിഡൻ്റായത് മാണി സാറിൻ്റെ മാത്രം താല്പര്യം കൊണ്ടാണ്. അത് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായത് അന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഈ മന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും താല്പര്യമില്ലായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. അതിനുശേഷം എന്നെ ആ സ്ഥാനത്തു നിന്ന് മാറ്റുക, മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റാനായി കെ എം മാണി സാർ സമ്മർദ്ദം ചെലുത്തി. ആ സമ്മർദ്ദം ചെലുത്തിയതോടൊപ്പം പ്രിയപ്പെട്ട എൻ്റെ നേതാവായിരുന്ന ജോസ് കെ മാണിയും അന്ന് കൂടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇന്നും എനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനൊക്കെ പാർട്ടി വിട്ട് ഒഴിവായി പോകേണ്ടി വന്നത്. ഏതായാലും അന്ന് ആ കൂടെ നിന്ന് ജോസ് കെ മാണിയെ പിന്തുണ കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളെയൊക്കെ നീക്കം ചെയ്യണമെന്ന് പിന്തുണ കൊടുത്ത ആളുകളൊക്കെ ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടോ എന്ന് കൂടി അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ ആരെയും വഞ്ചിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിന്ന പ്രസ്ഥാനത്തിനോടൊപ്പം ആ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാന നിമിഷം വരെ ഞാൻ അതിശക്തമായി പോരാട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു പ്രസ്ഥാനത്തിൽ യോജിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത് ശരിയല്ല. അവിടെ ശണ്ട കൂടി ഇനിയൊരു ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി നമ്മളൊരു വഴക്കാളിയാകാൻ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയത് കൊണ്ടൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. എങ്കിലും ഞാൻ UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് പിന്തുണ വീണ്ടും കൊടുത്തുകൊണ്ട് UDFന് വേണ്ടി, UDFിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി കൂടി UDFിലേക്ക് വന്നിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അദ്ദേഹം കേരള നിയമസഭയിൽ MLA ആകുമായിരുന്നു, അദ്ദേഹം മന്ത്രിയാകുമായിരുന്നു. അതിന് വേദിയൊരുക്കേണ്ട ആള് ശ്രീ റോഷി അഗസ്റ്റിനായിരുന്നു. ഇനി റോഷി അഗസ്റ്റിന് എത്ര നഷ്ടം വന്നാലും ആ നഷ്ടം ഏറ്റെടുത്തുകൊണ്ട് മാണി സാറിനെ ഓർത്തായിരുന്നുവെങ്കിൽ, മാണി സാറിൻ്റെ ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ജോസ് കെ മാണിയുടെ താല്പര്യമെന്തോ അത് സംരക്ഷിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കടപ്പാടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ ഇവിടെ വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരിച്ചു വരാം. കെ എം മാണിയുടെ അവസാന ബജറ്റ് അത് കേരള രാഷ്ട്രീയത്തിൽ പല കാരണങ്ങളാൽ അടയാളപ്പെട്ടതാണ്. UDF MLA-മാർ അദ്ദേഹത്തിന് പ്രതിരോധം ഒരുക്കുന്നതും അത് കഴിഞ്ഞ് 4 വാചകം മാത്രം പറഞ്ഞ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നതും CPM ഏത് രീതിയിലാണ് അന്ന് കെ എം മാണിയെ ആക്രമിക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ ആ ചിത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്ക് അതൊന്ന് കണ്ട് വരാം.
ജോർജ് പടിപ്പാറ, കേരള ബജറ്റിൽ ഈ രീതിയിലുള്ള പ്രതിഭാസങ്ങൾ അതിനു മുൻപും അതിനുശേഷവും കണ്ടിട്ടില്ല. KM മാണി എന്ന രാഷ്ട്രീയ അധികാരിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കറുത്ത ദിനമായിരുന്നു ഇത്. CPM-ന്റെ മുന്നിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയ ദിവസമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ, ബാർക്കോഴ മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ, ആക്രമണങ്ങൾ അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ വരെ നേരിട്ടു. അവിടെ നിന്ന് പിന്നെ കണ്ടത് ജോസ് കെ മാണി CPM-ൽ പോയി ചേരുന്നതാണ്. അന്ന് പലരും ചോദിച്ചു ജോസ് കെ മാണി KM മാണി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നടക്കുമായിരുന്നു എന്ന്. ഇന്ന് വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്, KM മാണി ആയിരുന്നു പാർട്ടി ചെയർമാൻ ആയിരുന്നുവെങ്കിൽ ഈ രീതിയിൽ റോഷിക്ക് മൈക്ക് തട്ടിപ്പറയ്ക്കാനും സ്വയം അങ്ങ് പ്രഖ്യാപിക്കാനും തീരുമാനമെടുക്കാനും കഴിയുമായിരുന്നോ? രണ്ട് ചോദ്യവും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, KM മാണി സാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിഷേധവും രോഷവും അപമാനമാണ് അന്ന് കേരള നിയമസഭയുടെ ഫ്ലോറിൽ നടന്നത്. അതിനു മുമ്പോ പിമ്പോ അങ്ങനെ അത്രത്തോളം ഒരു രൂക്ഷമായ, അത്രത്തോളം അക്രമാസക്തമായ ഒരു ഉപരോധം, അതായത് ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല, ഒരു ധനകാര്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ശാരീരികമായി, ആ വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയണം, അദ്ദേഹത്തെ ശാരീരികമായി തടയാൻ ശ്രമിച്ച ഒരു ദൃശ്യം അതിനു മുമ്പ് നിയമസഭ സാക്ഷ്യം വഹിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ കണ്ടതാണ്, കമ്പ്യൂട്ടറുകൾ എടുത്തെറിയുന്നു, സ്പീക്കറുടെ കസേര തള്ളിമറിച്ചിടുന്നു. നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ടർവെയറൊക്കെ കാണാവുന്ന രീതിയിൽ നിയമസഭയുടെ മേശപ്പുറത്ത് കൂടി എന്തെല്ലാം, അങ്ങനെ ഒരു മേശപ്പുറത്തുനിന്ന് അപ്പുറത്തെ മേശപ്പുറത്തേക്ക് അതിനിടയ്ക്ക് വീഴാൻ പോകുന്നു, ഇടുമുണ്ട് അഴിയാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലരത് മടക്കി കുത്തി കൊടുക്കുന്നു. അങ്ങനെ കേരള നിയമസഭ അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ അതിന് പിമ്പോ കാണാത്ത അത്രയും വലിയ നാടകങ്ങൾ, അല്ലെങ്കിൽ അത്രയും വലിയ ദൃശ്യ വിരുന്നൊരുക്കിയ ഒരു കാഴ്ചയായിരുന്നു അന്ന് നിയമസഭയിൽ കണ്ടത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ദൃശ്യ വിരുന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ചെയ്തിട്ടും അപ്പനെ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. CPM-ന് ബജറ്റ് അവതരണം നടന്നില്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ ശമ്പളം വാങ്ങും, കേരളത്തിലെ നിദാന കാര്യങ്ങൾ എങ്ങനെ നടക്കും, ആശുപത്രികളിൽ എങ്ങനെ മരുന്ന് വാങ്ങും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിട്ടും മാണി സാറിനെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അതുപോലൊരു സമരം ചെയ്ത പാർട്ടി, അല്ലെങ്കിൽ ആ മുന്നണിയുടെ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുൻകൈയെടുത്ത് പോയി ചേരുക, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അത് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടില്ല. കാരണം താങ്കൾ ഈ പറഞ്ഞ നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ കേസൊക്കെ ഞാനന്ന് ഈ 2016 വരെ ഈ പറഞ്ഞ UDF മന്ത്രിസഭ അധികാരത്തിലുള്ളപ്പോൾ കോട്ടയത്ത് മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നേർസാക്ഷി കൂടിയാണ് ഞാൻ പലതിലും. അന്ന് ഏറ്റുമാനൂർ വലിയൊരു ഒരു പ്രതിഷേധ സമ്മേളനം നടത്തിയിട്ട് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഈ നോട്ടെണ്ണൽ യന്ത്രത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുമ്പോൾ അണികൾ ആഞ്ഞ് കൈയടിക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞൊരു പാർട്ടി ഏതെല്ലാം രീതിയിൽ മാണി സാറിനെ അപമാനിക്കാമോ, ഏതെല്ലാം രീതിയിൽ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മാനം കെടുത്താമോ, അതെല്ലാം ചെയ്തിട്ട് അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ഘടനാപരമായിട്ടോ കേരള കോൺഗ്രസ് എമ്മിന് അത്ര എളുപ്പത്തിൽ ചെന്ന് ചേരാവുന്ന ഒരു മുന്നണിയല്ല ഇടതുമുന്നണി. പ്രത്യേകിച്ച് ബാർക്കോഴയുടെ പേരിൽ സ്വന്തം പിതാവിനെ ഇതുപോലെ രാഷ്ട്രീയമായി ക്രൂശിച്ച ഒരു മുന്നണിയിൽ ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അതല്ലാതെ വേറൊരു മലയാളം വാക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത് അൺപാർലമെൻ്ററി ആണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ചെന്ന ആ പാർട്ടിയുടെ ഭാഗമായി, ആ മുന്നണിയുടെ ഭാഗമായി അതിൽ മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എന്തും നടക്കും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ കാര്യമാകുമ്പോൾ എന്തും നടക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പറയാനില്ല. ഇത്തിരി സാഹിത്യം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാരമൊന്നും ആ പാർട്ടിക്കില്ല. മാണി സാർ ഒരു അധ്വാന വർഗ പ്രത്യയശാസ്ത്രമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം പാർട്ടിക്കും വേണമല്ലോ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് വെച്ചൊരു സാധനമാണ്. അതൊന്നും ഒരു ഭാരമൊന്നുമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അത് പേർത്തും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും അധികാരം വേണം,
ഞങ്ങൾക്ക് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും പദവി വേണം. ഇത് രണ്ടുമില്ല. മറുകണ്ഠം ചാടാൻ ശ്രമിച്ചത്, പക്ഷേ റോഷി ഇതാ ഇപ്പോൾ തന്നെ അതെ, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അപ്പൊ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് റോഷിയുടെ ഉള്ളിലിരിപ്പ്. ജോസ് കെ മാണി വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഇനി ഇപ്പോൾ റോഷി അഗസ്റ്റിന് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രാധാന്യമൊന്നും കേരള കോൺഗ്രസിൽ കിട്ടില്ല. കേരള കോൺഗ്രസിൽ എവിടെയാണോ അധികാരം അവിടെയാണ് പാർട്ടി അണികളുടെ ആദരവും വിശ്വാസവും. ഇപ്പൊ റോഷി അഗസ്റ്റിനാണ് മന്ത്രി. ശ്രീ ബിനു പുളിക്കകണ്ടം, ഇപ്പം പാലാ നഗരസഭ അത് കൈവെള്ളയിലായിരുന്നു, KM മാണി സാറിന്റെ കൈവെള്ളയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വട്ടപൂജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം. അതിന് താങ്കളുടെ കുടുംബവും ഒരു കാരണക്കാരാണ്. ജോസ് കെ മാണി അവിടെ നിന്ന് മത്സരിച്ചാൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ LDFന്റെ തരംഗമുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും മാണി സി കാപ്പൻ 15,000 വോട്ടിനാണ് ജയിച്ചു കയറിയത്. ഇത്തവണ താങ്കൾക്ക് എന്ത് തോന്നുന്നു ജോസ് കെ മാണി പാലായിൽ നിന്നാൽ? ജോസ് കെ മാണി പാലായിൽ നിന്നാൽ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയ എതിർപ്പ് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പ് കൊണ്ടോ പറയുന്നതല്ല. അത് കണക്കുകൾ പരിശോധിച്ചാൽ പോലും നമുക്ക് ബോധ്യപ്പെടും. 2016 മാണി കാപ്പൻ ജയിക്കുമ്പോൾ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ 2016 മാണി കാപ്പൻ തോക്കുന്നത് 4700 വോട്ടുകൾക്കാണ്. അതിനുശേഷം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2021 കേരളമാകെ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചപ്പോൾ 99 സീറ്റുമായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ 15,738 വോട്ടുകൾക്കാണ് ജോസ് കെ മാണി ദയനീയമായി പരാജയപ്പെടുന്നത്. അതിലൊരു കണക്ക് കൂടിയുണ്ട്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 50% മുകളിൽ 51%ഓളം വോട്ടുകൾ മാണി സി കാപ്പന് ലഭിച്ചു. ആ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 15,738 എന്ന് മാത്രമല്ല, അതിനുശേഷം ജോസ് കെ മാണി കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അത് പാലാ നഗരസഭയിൽ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിൽ 12 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണി പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അദ്ദേഹം മാണിസാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാണിസാറ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളോട് പോലും സ്വീകരിച്ചിരുന്ന ഒരു സമീപനം, രാഷ്ട്രീയ വിദ്യാർത്ഥികളോട് അദ്ദേഹം കാണിച്ചിരുന്ന പ്രോത്സാഹനം, ആ ഏത് രീതിയിൽ ഏത് അളവുകോൽ എടുത്ത് നോക്കിയാലും മാണിസാറിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ഒരുപക്ഷെ മാണിസാറിന്റെ പാലായോടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളായിരുന്ന എതിർചേരിയിൽ പ്രവർത്തിച്ചിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വിവിധ വേറെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്ക് പോലും അതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായിരുന്നു ഞങ്ങളെല്ലാം. പക്ഷെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പുത്രന് മാത്രം അദ്ദേഹത്തിന്റെ യാതൊരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. ഇച്ചിലൂടെ തെളിച്ചു പറഞ്ഞാൽ രാഷ്ട്രീയ DNA ലഭിക്കാത്ത ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെ പുത്രനിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോസ് കെ മാണി. അദ്ദേഹം പാലായിൽ പരാജയപ്പെടും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്നുള്ള അടുപ്പം അദ്ദേഹം കൂടുതൽ ഓരോ ദിവസങ്ങളിലും അകന്നുപോയിക്കൊണ്ടിരിക്കുക. മാത്രമല്ല, മാണി സി കാപ്പൻ പ്രതിപക്ഷ MLA ആയി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന MLA ഫണ്ട്, ആസ്തി വികസന ഫണ്ട്, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് രാഷ്ട്രീയ ശത്രുത വെച്ച് അത് മുടക്കുക, അത് നടപ്പിൽ വരുത്താതിരിക്കുക, അത് പാലായിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം പാലാ നഗരസഭയെയും മുത്തോലി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജുണ്ട്. ഒരു പുതിയ ബ്രിഡ്ജിന് മാണിസാർ, മഹാനായ മാണിസാർ എന്ന് പറയാം, അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ചെക്ക് ഡാം കം ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന് തറക്കല്ലിട്ട് അദ്ദേഹം ഒരു ഏകദേശം 18.5 കോടി രൂപയുടെ പ്രോജക്റ്റിന് വലിയ എമൗണ്ട് മീനച്ചിലാറ്റിൽ നിർമ്മാണം നടന്നു. അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ബഹുമാനായ ജോസ് കെ മാണി വിചാരിച്ചാൽ 6 മാസം കൊണ്ട് പൂർത്തിയാകാവുന്ന ഒരു പദ്ധതി അത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ പൂർത്തീകരിക്കുവാൻ ജോസ് കെ മാണി സമ്മതിക്കും. ഞാൻ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ നിരവധിയായ ഇവിടെ പാലാ ടൗണിന്റെ ഹൃദയഭാഗത്ത് സാധ്യതയുണ്ടോ ജോസ് കെ മാണിക്ക് എന്നാണ് ചോദിച്ചത്. താങ്കൾ ഉറപ്പിച്ചു പറയുന്നു വിവിധ കാരണങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള നിരവധിയായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം പാലായിൽ നിന്ന് ജയിക്കത്തില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പൻ ജയിക്കും. അദ്ദേഹത്തിന്റെ ജോസ് കെ മാണിയുടെ പരാജയം ദയനീയമായിരിക്കും. കേരള രാഷ്ട്രീയം കണ്ട ഒരു
രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും ദയനീയ പരാജയമായിരിക്കും വരും നാളുകളിൽ പാലായല്ല കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹം കാണാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, ഇപ്പം താങ്കൾക്ക് ഈ പാർട്ടി അടുത്തറിയാം, അതുകൊണ്ട് ചോദിക്കണം, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കേരള കോൺഗ്രസ് എന്നോട് വിളിച്ചെടുത്തേച്ചേ ബാക്കിയുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഇത്? അല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഓരോരുത്തരിലേക്ക് വിളിച്ചിരുത്തേച്ച് നിങ്ങൾ നാല് പേരെ പറയുന്നതെല്ലാം ഞാൻ അവസാനം മറുപടി പറയാൻ പോകേണ്ടി വരും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇതാ ഇപ്പൊ തന്നെ താങ്കളിലേക്ക് വരാം. അല്ല ശരി, ശ്രീ ലോപ്പസ് മാത്യു, ഇപ്പൊ നമ്മള് കേട്ടല്ലോ, രാഷ്ട്രീയ എതിരാളികൾ പോലും ജോസ് കെ മാണിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും KM മാണി സാർ ചെയ്ത നല്ല കാര്യങ്ങൾ എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും എണ്ണി പറയുകയാണ്. അവർ KM മാണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഗുണഭോക്താക്കളാണെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും ഒരു മടിയുമില്ല. എന്തുകൊണ്ടാണ് ആ പ്രിയത, ആ പ്രിയം, ആ സ്നേഹം, ആ മമത പാലയ്ക്ക് ജോസ് കെ മാണിയോട് ഇല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുള്ളൂ, ശ്രീ ലോപ്പസ് മാത്യു? അല്ല, അത് KM മാണി സാർ മരിച്ചതിന് ശേഷമേ അവർക്കെല്ലാം ഭയങ്കര മമതയാണ്, നമുക്ക് മനസ്സിലാവും. ആര്യ ധൃതി വെക്കരുത്. ഞാൻ ആര്യയ്ക്ക് ഉൾപ്പെടെ 4 പേർക്കാണ് മറുപടി പറയേണ്ടി വരുന്നത്. 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ആര്യ പറഞ്ഞതിനകത്ത് തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആര്യ പറഞ്ഞ മിസ്റ്റേക്ക് എന്നാൽ ഇടതുപക്ഷ മുന്നണി വിടുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് റോഷിയല്ല ആദ്യം പറഞ്ഞത്, പാർട്ടി ചെയർമാൻ ആദ്യം പറഞ്ഞത്. ഈ മുന്നണി ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മീഡിയ ഉണ്ടാക്കുന്ന ഏതെങ്കിലും തെറ്റായ ന്യൂസുകൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് പറയുന്നതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പാർട്ടി ചെയർമാൻ ഉറപ്പിച്ച് കമ്മിറ്റിക്ക് ശേഷവും കമ്മിറ്റിക്ക് മുമ്പും പല പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അതിനോടൊപ്പമുള്ള പ്രമോദ് നാരായണന്റെ തുടരുമെന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റും തന്നെയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് മാത്രമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നത്. മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ അതിന് ഇല്ലില്ല അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പറ്റുമോ? അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയിൽ ഉറച്ചു നിൽക്കും ജോസ് കെ മാണി 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി സ്ഥലത്തില്ലാത്തൊരു സമയത്ത് ദുബായിക്ക് പോയ സമയത്ത് റോഷിയോട് ചോദിച്ചപ്പോൾ റോഷി ഇടതുപക്ഷം പാർട്ടി റോഷി എന്താ പറഞ്ഞത്? റോഷി എന്താ പറഞ്ഞത്? ഇല്ല പാർട്ടി. ഞാനൊന്ന് പറയട്ടെ, എന്നെ പറയാൻ സമ്മതിച്ചു. എന്താ പിന്നെ ഞാൻ വിളിച്ചതിന്റെ ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. അല്ല, എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല, പിന്നെ ഞാനിവിടെ ഇരിക്കുന്നില്ലെന്നേ. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞോ ഞാൻ പൊക്കോളാം. നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞോ, ആങ്കർ തന്നെ പറഞ്ഞു ഞാൻ പൊക്കോളാം. ഞാൻ ഊരുക സാധനം. അല്ല, പിന്നെ ഞാൻ പറയാൻ സമ്മതിക്കാൻ നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം പറ. ഞാൻ പറയട്ടെ എന്താ പറഞ്ഞത്. ഈ ഇടതുപക്ഷം വിടുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം പാർട്ടി കമ്മിറ്റിക്ക് മുമ്പും പത്രക്കാരെ കോട്ടയത്ത് ചോദിച്ചപ്പോഴും തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോഴത്തോരും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. അതിലങ്ങനെ ജോസ് കെ മാണി സ്ഥലത്തില്ലാത്തൊരു സമയത്ത് ദുബായിക്ക് പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, പിതാവിൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. ആ സമയത്ത് റോഷിയോട് ചോദിച്ചു, റോഷി എന്താ പറഞ്ഞ? പാർട്ടി തീരുമാനം ഇടതുപക്ഷം വിടുന്ന പാർട്ടി തീരുമാനം അത് തന്നെയാണ്. അതാ റോഷിയും പറഞ്ഞോളൂ. അവിടെ ഒരു വ്യത്യാസമല്ലേ, വ്യത്യാസം ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞത് തെറ്റാണ്, നമ്പർ 1. നമ്പർ 2, ഇവിടെ നിങ്ങൾ ഓരോ ദൃശ്യങ്ങളായത് ഒത്തിരി നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. ജോസ് കെ മാണി അല്ലെങ്കിൽ KM മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം ആ KM മാണിയോട് ചെയ്തത് എന്താ? KM മാണി സാറിന് മുമ്പേ മന്ത്രിയായ രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ അവരാണ് KM മാണി സാറിനെതിരെ FIR ഇട്ടത്. ആയിരക്കണക്കിന് FIR ഒഴിവാക്കിയ KM മാണി സാറിനെതിരെ FIR ഇല്ലാത്ത കേസ് പറഞ്ഞ് FIR ഇട്ടു. FIR ഇട്ടിച്ച് പറയുകയാണ്. എന്നിട്ടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഇവിടെ KM മാണി സാറ് എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ അഖിലത്ത് പറയാം, KM മാണി ഇല്ലാത്തത് പറയും. KM മാണി സാറിനോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ ഇവർക്കെല്ലാം. പിന്നെ മുന്നണി വിട്ട കാര്യം, മുന്നണി വിട്ടതാണോ? മുന്നണി കൺവീനർ ബെന്നി ബെഹനാനല്ല പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നു, കേരള കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു മുന്നണി കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞതിന് ശേഷം ആ മുന്നണിയിൽ നിന്ന് മാറി നിന്ന് മാണി സാർ ഉള്ള കാലത്ത് തന്നെ ആ മുന്നണിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. മാണി സാർ ഉള്ള കാലത്ത് മുന്നണി മാറി നിന്നിട്ടുണ്ട്. അതിനുശേഷം മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ബെന്നി ബെഹനാൻ പറഞ്ഞതിന് ശേഷമാണ് ഇടതുപക്ഷം മുന്നണി സ്വീകരിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയത്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. പിന്നെ ഇവിടെ ഒരാൾ പാലായിലെ കണക്ക് പറഞ്ഞു. പാലായിലെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പാലായിലെ കഴിഞ്ഞ പ്രാവശ്യം 10 ജയിച്ചെങ്കിൽ ഇത്തവണ 10 മുനിസിപ്പൽ കൗൺസിലർമാരുണ്ട്. പാലായിൽ 43 മെമ്പർമാരായ കഴിഞ്ഞ പ്രാവശ്യം ത്രിതല പഞ്ചായത്ത് ജയിച്ചപ്പോൾ 47. കോട്ടയം ജില്ലയിലെ പാലാ പറഞ്ഞ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അത് കിടങ്ങൂർ ഡിവിഷൻ തിരിച്ചു പിടിച്ചതാ. പാലാ പ്രദേശത്ത് വരുന്ന കിടങ്ങൂർ ഡിവിഷനും ഭരണങ്ങാന ഡിവിഷനും ഒഴുവൂർ ഡിവിഷനും രാമൂർ ഉൾപ്പെടെ വരുന്ന 3 ഇത്തവണ കേരള കോൺഗ്രസ് ഇടതുപക്ഷം വേണ്ടി തിരിച്ചു പിടിക്കുക ചെയ്ത് ഒരു തോൽവിയും പാലയെ സംഭവിച്ചിട്ടില്ല. ജോസ് കെ മാണി തോറ്റുകയാണെന്ന് പറയാൻ ആഗ്രഹമാണ്. ഇവിടെ തന്നെ കണക്ക് പറഞ്ഞല്ലോ, കണക്ക് ഇടതുപക്ഷം മുന്നണിക്കും ജോസ് കെ മാണിക്ക് അനുകൂലമാണ്, ഒരു സംശയവും വേണ്ട.
പക്ഷേ എല്ലാവരുടെ ആഗ്രഹമാണ് മാണി സാർ ഫസ്റ്റായിരുന്നു, ജോസ് കെ മാണി കൊള്ളുകയില്ല. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ജോസ് കെ മാണിയെ പോലെ വികസന രംഗത്ത് എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പാലായ്ക്കും കോട്ടയത്തിനും കേരളത്തിനും വേണ്ടി പ്രവർത്തിച്ച് വികസനം ഏറ്റവും കൊണ്ടുവന്ന ഒരാളാണ്, ഏറ്റവും കഴിവുള്ള ആളാണ്, നല്ല മാന്യ ആളാണ്, ഇന്നസെൻ്റ് ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇകഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പറ്റിയെന്താ നല്ല നുണപ്രചരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ. ആ നുണപ്രചരണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പാലായിലെ വോട്ടർമാർ തെറ്റുപറ്റിയെങ്കിൽ ഇത്തവണ അവർ തിരുത്തും, ഒരു സംശയം വേണ്ട. അതിൻ്റെ സൂചന ഈ ത്രിതല പഞ്ചായത്തിൽ പോലും വന്നിട്ടുണ്ട്. നിങ്ങൾ കണക്ക് പറയാം, ഞാൻ പറഞ്ഞില്ല 43, 47 ജില്ലാ പഞ്ചായത്തെല്ലാം ജയിച്ചു. മുത്തോലി BJP ഇത് തിരിച്ചു പിടിച്ചു. നമ്മുടെ 3 പഞ്ചായത്ത് നമ്മളാണ് ഭരിക്കുന്നത്. ഇത്തവണ മുന്നേറ്റമുള്ളൂ, ഇതൊന്നും ആരും പറയാല. അപ്പൊ ജോസ് കെ മാണിയെ കരുത്തണം, ജോസ് കെ മാണി തോറ്റു, അവരുടെ ആഗ്രഹമാണ്, ഒരു സംശയം വേണ്ട. പല കണക്ക് ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ട് ഒരു മാറ്റം വന്നിട്ടില്ല. പാലാ നഗരസഭയോ? ചോദിച്ചോളെ. പാലാ നഗരസഭയോ? പാലാ നഗരസഭ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് ഉണ്ടായിരുന്നു. പാലാ നഗരസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം 10 കൗൺസിലർമാരുണ്ടായിരുന്നെങ്കിൽ കേരള ഇപ്പോഴും 10 പേരുണ്ട്. ഒരു സീറ്റ് കുറിയിട്ട് തോറ്റു പോയിട്ടുണ്ട്. ഞങ്ങൾ വേറെ അവിശുദ്ധ ബന്ധത്തൊന്നും പോയിട്ടില്ല. ഭരണം വേണ്ടെങ്കിൽ ഭരണം വേണ്ട, എല്ലായ്പ്പോഴും ഭരിക്കണം നിർബന്ധമൊന്നുമില്ലോ. മുനിസിപ്പാലിറ്റി സ്ഥിരം കേരള കോൺഗ്രസ് ഭരിക്കണമെന്നുണ്ടോ? പക്ഷേ കേരള കോൺഗ്രസ് അവിടെ സ്റ്റാറ്റസ് കോ നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 10 കൗൺസിലർ, ഇത്തവണ 10 കൗൺസിലറുണ്ട്. ഒരു കൗൺസിലർ കുറിയിട്ടാണ് പോയത്. മറ്റ് പഞ്ചായത്തുകളുടെ എണ്ണം 43, 47 ആയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പാലാ നിയമത്തിൽ വരുന്ന 3 ഡിവിഷൻ കേരള കോൺഗ്രസ് ജയിച്ചു. ഭരണങ്ങാൻ ഡിവിഷൻ ജയിച്ചു, ഒഴുകൂർ ഡിവിഷൻ ജയിച്ചു, കിടങ്ങൂർ ഡിവിഷൻ ജയിച്ചു. അപ്പോൾ ഇത്തവണ കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയമായിട്ട് അനുകൂലമാണ്. ഏത് കണക്കെടുത്താലും ജോസ് കെ മാണി ഇത്തവണ പാലയെ വിജയിച്ചിരിക്കും. പലർക്കും താല്പര്യമുണ്ട് തോക്കണമെന്ന്. പാലായിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. 5 കൊല്ലം അവിടെ MLA ആയിരുന്ന ആൾ ചെയ്ത കാര്യങ്ങളിൽ കേരള ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പാലായിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാലായുടെ വികസനം എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് തടയാൻ 5 വർഷം തന്നിരിക്കുന്ന മാണി സാറ് കൊണ്ടുവന്ന വികസനം, പാലായ്ക്ക് ഏറ്റവും പാലയാക്കിയ കാര്യം, അതെല്ലാം അവിടെ തടയപ്പെട്ടിരിക്കുക, അതെല്ലാം അവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്നു. ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ജോസ് കെ മാണി ഇപ്പോൾ ആശുപത്രി, പാലാ ഗവൺമെൻറ് ആശുപത്രി ഉൾപ്പെടെ 25 കോടി രൂപ അനുവദിച്ച് അവിടെ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടെ പണിയുന്നു. അവിടെ 888 കാശ് അനുവദിച്ചിരിക്കുന്നു, ഫോട്ടോമാന് കാശ് അനുവദിച്ചിരിക്കുന്നു, പുതിയ ബൈപ്പാസ് റോഡിന് കാശ് അനുവദിച്ചിരിക്കുന്നു. അതുപോലെ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ജോസ് കെ മാണി തോക്കും, ജോസ് കെ മാണി തോക്കും ഇങ്ങനെ ആഗ്രഹപ്പെട്ട് പറയാം. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, നമുക്ക് അതിനും കാണാം. അതല്ലാതെ ഈ നുണപ്രചരണത്തിനൊന്നും നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റില്ല. ഒരു പരിധിയൊക്കെ വെച്ച് മനസ്സിലായി. ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, നിലവിൽ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നതാണ്, ഈ രീതിയിൽ ചർച്ചകൾ കേൾക്കുന്നു, ഇതിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ്, ഒരു മുൻ പാർട്ടി നേതാവ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ, ഇപ്പോൾ ലോപ്പസ് മാത്യു ഒക്കെ പറയുന്നത് പോലെ, അതിലെന്താണ് കുഴപ്പം? ചെയർമാൻ പാലയിലല്ലാതെ എവിടെ മത്സരിക്കാനാണ്? അപ്പം ഇതിൽ നമ്മൾ കൂടുതൽ അതിവായന നടത്തുന്നതാണോ നമ്മൾ? എനിക്ക് ചർച്ച കേട്ടപ്പോൾ ഓർമ്മ വരുന്ന മുൻപ് ഈ പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ലോനപ്പൻ നമ്പാടൻ മാഷ്, സരസനായ നമ്പാടൻ മാഷ് പറഞ്ഞു, ഈ പാർട്ടിയെ സംബന്ധിച്ച് ആശയമല്ല വലുത്, ആമാശയമാണ് വലുത്. അതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ അടിസ്ഥാന ദൗർബല്യമെന്നാണ് പറയാം. എവിടെ അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് അധാർമികമായ മാർഗവും സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ മുന്നണി പരാജയപ്പെടും എന്ന് കാണുമ്പോൾ അടുത്ത മുന്നിലേക്ക് ചാടാനുള്ള ശ്രമം, അതെല്ലാ കേരള കോൺഗ്രസ് വിഭാഗങ്ങളെയും ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ അധികാരത്തിൽ കയറാൻ പറ്റും, അല്ലെങ്കിൽ അധികാരം നിലനിർത്താൻ പറ്റും. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപവും. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എന്താ പറഞ്ഞ മനസ്സിലായില്ല. അതെ, ഞാൻ എല്ലാ കേരള കോൺഗ്രസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ KM മാണിയുടെ ഏതെങ്കിലും എല്ലാ കേരള കോൺഗ്രസിൻ്റെയും അടിസ്ഥാന സ്വഭാവം ഞാൻ പറഞ്ഞത്. അത് 1969 മുതൽ തുടങ്ങിയ ചരിത്രം പരിശോധിച്ചാൽ അന്ന് KM ജോർജ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ്, ആ സ്ഥാപക നേതാവ് 10-12 വർഷക്കാലം ഈ പാർട്ടിയെ നയിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവ്. അന്ന് ബഹുമാനായ KM മാണി പാർട്ടിയിലില്ല, കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ. പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രധാന മാധ്യമത്തിൻ്റെ അവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ശ്രീ KM ജോർജിനെ അധികാരത്തിൽ മാറ്റി നിർത്തുവാനും ശ്രീ KM മാണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ്. എങ്ങനെയും അധികാരം കൈയടക്കുക എന്നുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാ കേരള കോൺഗ്രസും ഉള്ളത് ഇന്നതെന്നില്ല, എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമാത്രമാണ്. അതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപവും.
ഇവിടെയും നടക്കുന്നത് തന്നെയാണ്. എങ്ങനെ അധികാരത്തിൽ നിലനിൽക്കാൻ കഴിയും, എങ്ങനെ അധികാരത്തിലേക്ക് വരുവാൻ കഴിയും എന്നുള്ള ആ ചേരിപ്പോര് എല്ലാ പാർട്ടികളിലുമുണ്ട്. അത് ഇവരുടെ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരി, ഞാനൊരു ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, എങ്ങനെയായിരിക്കും ഈ വളർച്ച റോഷിയുടേത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ എവിടെ അധികാരം ആ നേതാവാണ് വളരുക, അതിന് ചുറ്റിപ്പറ്റിയാണ് അനുയായികൾ പ്രവർത്തകർ ഒക്കെ ഉണ്ടാവുക. ഇവിടെ റോഷിയാണ് മന്ത്രി, പാലായിൽ ജോസ് കെ മാണി തോറ്റു, അതുകൊണ്ട് കിട്ടിയ മന്ത്രി പദവിയാണ്. ആ വളർച്ചയാണോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പാലായിൽ ജോസ് കെ മാണി എങ്ങനെ തോറ്റു എന്നുള്ളത് ആ പാർട്ടി ഇപ്പോഴും പരിശോധിക്കട്ടെ. ഒന്ന്, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചുകൊണ്ടാണ് പരാജയപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നേതാക്കന്മാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നോ എന്നുകൂടി അദ്ദേഹം പരിശോധിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ലോപ്പസ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ രണ്ടു കൂട്ടരെ ന്യായീകരിച്ച് പറഞ്ഞേ മതിയാവും. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ജോസ് കെ മാണി എന്തെങ്കിലും സമയത്ത് മുന്നണി വിടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ബഹുമാനായ കെ എം മാണി സാർ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ തുടക്കം കുറിച്ച ഒരു കാരുണ്യ പദ്ധതി എല്ലാവരും മറന്നു, ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആ കാരുണ്യ പദ്ധതി വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം ലഭിച്ചു കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി LDFിൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ ബഹുമാനായ ശ്രീ കെ എം മാണി സാറ് എഴുന്നേറ്റ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഒരേ ഒരു കാര്യം, കാരുണ്യ പദ്ധതിയെ കൊല്ലരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മാണി സാറ് തുടക്കം കുറിച്ച കാരുണ്യ പദ്ധതി പോലും പുനരാരംഭിക്കാൻ സാധിക്കാത്തൊരു മുന്നണിക്കൊപ്പം നിൽക്കണ്ട എന്ന് ശ്രീ ജോസ് കെ മാണി തീരുമാനിച്ചിട്ടുണ്ടാവാം. ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രി, അദ്ദേഹത്തിന് മാണി സാറിന് വലിയ സ്നേഹമാണ്. അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ക്യാബിനറ്റിൽ ഇരുന്നുകൊണ്ട് ആ കാരുണ്യ പദ്ധതി പുനരാരംഭിക്കണമെന്ന് പറയാമായിരുന്നു. റബ്ബറിന് 250 രൂപ തറവിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മത്സരിച്ചത്. അത് പ്രഖ്യാപിച്ചിട്ടില്ല. ജോസ് കെ മാണി ഉൾപ്പെടെ കേരള കോൺഗ്രസ് അവിടെ ഉണ്ട്, അവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതുപോലെ ചില ഞാൻ പറഞ്ഞ സാമുദായിക മേഖലയിലൊക്കെ ചില അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഈ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാക്കി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചില അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീ ജോസ് കെ മാണി മുന്നണി വിടാൻ ആഗ്രഹിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ലോപ്പസ് സാർ 1000 വട്ടം പറഞ്ഞാലും കാര്യമില്ല. ശ്രീ റോഷി അഗസ്റ്റിനാണ് ശ്രീ ജോസ് കെ മാണി പറയുന്നതിന് മുമ്പ് പാർട്ടി LDF തുടരും, ഒരു മുന്നണിയിലേക്ക് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പ്രശ്നമില്ല എന്ന് ശ്രീ പ്രിയപ്പെട്ട ലോപ്പസ് സാർ പറയുന്നതൊക്കെ വെറുതെയാണ്. ഏതായാലും റോഷിയുടെ വളർച്ച അത് ജോസ് കെ മാണി അട്ടിമറിച്ചുകൊണ്ട് വളർച്ചയാണ്. വീണ്ടും അദ്ദേഹത്തെ തീർത്തുകൊണ്ട് കൂടുതൽ കരുത്തനാവാനാണ് ശ്രീ റോഷി അഗസ്റ്റിൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളൂ. ശരി, ശ്രീ ജോർജ് പടിപ്പാറ, 1 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് എങ്ങനെ സൂപ്പർ ചെയർമാനായി മാറി എന്നൊരു ചോദ്യം, CPM ആർക്കൊപ്പം എന്നുള്ളൊരു ചോദ്യം, അതൊക്കെ നിൽക്കുകയാണ്. ഇനി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിസ്മയമാകും ജോസ് കെ മാണി? ജോസ് കെ മാണി ആഗ്രഹിക്കുന്നുണ്ട് UDFിലേക്ക് തിരിച്ചു വരാനെന്ന്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനി എളുപ്പമല്ല. അതായത് വീണ്ടും ഒരു UDFിലേക്കുള്ള മടങ്ങിവരവ് എളുപ്പമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് വന്നേനെ, പക്ഷേ വലിയ ടോർപ്പിഡമാണ് ഈ പറഞ്ഞ പോലെ. വരാൻ ആഗ്രഹിച്ചാലും ഇപ്പം ജോസ് കെ മാണി കൊണ്ടുവന്ന റാന്നി MLA പ്രമോദ് പോലും പാർട്ടിയെ പിളർത്തിക്കൊണ്ട് UDFിലേക്ക് വരാൻ ജോസ് കെ മാണി തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ്ടും ഒരു പിളർപ്പിനെ നേരിടാനുള്ള ആരോഗ്യം ആ പാർട്ടിക്ക് തൽക്കാലമില്ല എന്ന് മറ്റാരേക്കാൾ ജോസ് കെ മാണി തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം UDFിലേക്ക് ഇനി വരുമെന്ന് കരുതാൻ ന്യായമില്ല. അല്ലെങ്കിൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ഈ പോര് എല്ലാ പരിധിയും കടന്ന് ഇരുകൂട്ടർക്കും താങ്ങാനും സഹിക്കാനും വയ്യാത്ത ഒരളവിലേക്ക് വളർന്നാൽ മാത്രമേ അതിനുള്ളൊരു വിദൂര സാധ്യതയുള്ളൂ. അത് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല. CPM ഇടപെട്ട് അതിന് തടയിടും. അദ്ദേഹത്തോട് റോഷി അഗസ്റ്റിനോട് മതി എന്ന് അവർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് റോഷി അഗസ്റ്റിൻ തൽക്കാലം പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ബ്രേക്ക് പല കഥകൾ കേൾക്കുന്നുണ്ട്. പാലായോട് പ്രിയമില്ല ജോസ് കെ മാണിക്ക്, മറ്റേതെങ്കിലും സീറ്റ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഇതൊക്കെ ഈ കഥകളൊക്കെ എവിടെ നിന്ന് വരുന്നു? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജോസിനോട് വിരോധമുള്ള അത്രയും അധികം ആളുകളുണ്ടോ? പാലായോട് ജോസ് കെ മാണിക്കും താല്പര്യമില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വേണമെങ്കിൽ അദ്ദേഹത്തിനെ കടുത്തുരുത്തി മത്സരിക്കാമായിരുന്നു, ജയിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? പാലായുടെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. പാലായിൽ അദ്ദേഹം ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പാലാക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ജോസ് കെ മാണി വന്നപ്പോൾ
മാണി സാറിൻ്റെ കാര്യം പറഞ്ഞ് ജോസ് കെ മാണി മാണി സാറിനെ പോലെ അല്ല, ജനകീയനല്ല, അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം അല്ലെങ്കിൽ മനുഷ്യന് വർത്താനം പറയല്ല, ഭയങ്കര ജാടയാണ് എന്നും പറഞ്ഞ് നുണപ്രചരണം നടത്തി. ഗീബൽസ് തന്ത്രമല്ലേ, ചരിത്രം നമുക്കറിയാമല്ലോ. നുണപ്രചരണം നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാലായെ അന്നും ഇന്നും സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് അദ്ദേഹം പാല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആളാണ് 2 പ്രാവശ്യം. അദ്ദേഹമാണ് ഈ കോട്ടയത്തെ പാലാത്തെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഹബ്ബാക്കിയത്. IIIT 2500 പിള്ളേർ പഠിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ്. അടുത്ത കാലത്ത് കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വന്ന സ്ഥാപനമാണ് IIIT എന്ന് പറയുന്നത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്ഥാപനം. അതുപോലെ പാലാ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറയുന്നത് താലൂക്ക് ആശുപത്രി അപ്പുറം ജില്ലാ ആശുപത്രി അപ്പുറത്തേക്ക് ഒരു മിനി മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ റോഡുകൾ, ഈ BMBC റോഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള റോഡ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് പാലായിക്കും, പാലായിൽ നിന്നുള്ള മറ്റു സ്ഥലങ്ങളിലേക്കുമാണ്. അത് പാലായിലെ ജനങ്ങൾക്കറിയാം, അവരത് ഓർമ്മിപ്പിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ലാത്ത നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ തമസ്കരിച്ച് അദ്ദേഹത്തിന് ജനകീയനല്ലെന്നാക്കി ഉണ്ടായ ഒരു കുഴപ്പം. അത് മാറിയിട്ടുണ്ട്. എല്ലായിടത്തും പാലാക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണിക്ക് മാത്രമേ പാലായിലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോപ്പസ് മാത്യു പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഈ സ്നേഹത്തളൽ? ഇപ്പോൾ ചോരത്തിളപ്പ് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. രണ്ടുപേരും തമ്മിൽ 3 വയസ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം ചോരത്തിളപ്പ് എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും രസമാണ്, കൗതുകമാണ്, തെരഞ്ഞെടുപ്പാണ്. ഈ രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ ഇനിയും വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും.